കോതമംഗലം അൻസിൽ വധക്കേസിൽ പിടിയിലായ പ്രതി അദീന കുത്തഴിഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. അൻസിലിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളെ കൊന്ന ശേഷം മറ്റൊരു കാമുകനുമായി അടുപ്പമുണ്ടാക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. അൻസിലുമായി അദീനയ്ക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം ജയിലിലായ ഈ കാമുകൻ അറിഞ്ഞിരുന്നില്ല. ഇതിനാണ് അൻസിലിനെ വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചത്. കാമുകന് വിഷം കൊടുത്ത് കൊന്ന ഗ്രീഷ്മയേക്കാൾ ഗജ ഫ്രോഡാണ് അദീന. യുവാക്കളെ വലയിലാക്കി അവരുടെ സാമ്പത്തികം അടിച്ചു മാറ്റുക എന്നതായിരുന്നു പ്രതിയുടെ സ്വഭാവം. അങ്ങനെ ഒരു മുൻ കാമുകനിൽ നിന്നും സമ്പാദിച്ച പണം കൊണ്ടാണ് ഇവർ നാലുമുറയിൽ സ്വന്തമായി വീടും വസ്തുവും വാങ്ങിയത്. കോവിഡ് വന്ന് ഇവരുടെ മാതാവ് മരണപ്പെട്ടതിന് ശേഷം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് അദീനയുടെ താമസം. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനോട് ഇവർ സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ കോതമംഗലം പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഇളക്കി മാറ്റിയ ശേഷമായിരുന്നു അൻസിലിനെ ഇല്ലാതാക്കാനുള്ള ഓപ്പറേഷൻ നടത്തിയത്. അൻസിലിന് കുടിക്കാൻ നൽകിയ പാനീയത്തിൽ ഇവർ കളനാശിനി ഒഴിച്ചു എന്നാണ് വിവരം. അതിനുശേഷം ഇയാളുടെ ഫോണിൽ അമ്മയെയും മകനെയും വിളിച്ച് അൻസിൽ തൻ്റെ വീട്ടിൽ വിഷം കഴിച്ച് കിടപ്പുണ്ടെന്ന് അറിയിച്ചു. ഈ സമയം തന്നെ പോലീസിലും ഇവർ വിവരം അറിയിച്ചു. വിഷം ഉള്ളിൽ ചെന്നതോടെ ആകെ അവശനായ അൻസിലും പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഈ കാര്യം പ്രതി അദീന അറിഞ്ഞിരുന്നില്ല. പോലീസ് എത്തിയാണ് അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇയാളുടെ ഫോൺ പ്രതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. കാർഡ് വെട്ടിത്തെറിച്ചാണ് പോലീസ് പിന്നീട് ഫോൺ വീണ്ടെടുത്തത്. അൻസിൽ തൻ്റെ വീട്ടിലെത്തി സ്വയം വിഷം കഴിച്ചു എന്നാണ് പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് താൻ വിഷം കൊടുത്തു എന്ന കാര്യം ഇവർ പോലീസിനോട് സമ്മതിക്കുന്നത്. ഷാരോൺ കേസിലെ ഗ്രീഷ്മ കാമുകനെ കൊന്നതിലും ക്രൂരമായാണ് അൻസിലിനെ ഇവർ വകവരുത്തിയത്. കേവലം 24 വയസ്സുള്ള പ്രതി അതിവിചിത്രമായ ക്രൂര സ്വഭാവത്തിന് ഉടമയാണ്. നാട്ടുകാരുമായോ ബന്ധുക്കളുമായോ ഇവർക്ക് കാര്യമായ സഹകരണമില്ല. മരിച്ച അൻസിലുമായി ഇവർക്ക് സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു.